നമ്മൾ ചെയ്യാൻ പോണ 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം എന്താണ്? എ ഫംഗ്ഷൻ എഫ് ആർ ടു ആർ, ആർ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരുന്ന ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് ആണ്. അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഏത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലും എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് കൊടുക്കണം. വൈ ഇസ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് എന്ന് കിട്ടും അല്ലെ. അതിനുശേഷം നമ്മൾ ടേബിൾ വരയ്ക്കണ്ടേ. ടേബിൾ വരച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിന്റെ വൈ എന്ന് കൊടുക്കലാണ്. ടേബിൾ വരച്ചിട്ട് എക്സും വൈയും എഴുതണം അല്ലെ. എക്സിന് -2, -1, 0, 1, 2 ഒരു 5 വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ എക്സിന് -2, -1, 0, 1, 2. ഞാൻ ചോദിക്കട്ടെ, ഈ എക്സിന് -2 മക്കൾ ഇവിടെ കൊടുത്താൽ മോഡിന്റെ ഉള്ളിൽ -2 ആവും. മോഡിന്റെ ഉള്ളിൽ -2 ആയി അത് 2 ആണ്. പുറത്തൊരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് -2 എന്ന് കിട്ടും. കിട്ടൂലേ? -1 എക്സിന് കൊടുത്താലോ മോഡ് -1 1 ആയിട്ട് മാറും. ഇപ്പുറത്ത് മൈനസ് ഉള്ളത് കൊണ്ട് -1, 0 കൊടുത്താൽ 0. മോഡ് 1 1 ആണ്, മൈനസ് ഉള്ളത് കൊണ്ട് -1. മോഡ് 2 2 ആണ്, മൈനസ് ഉള്ളത് കൊണ്ട് -2. അപ്പൊ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. വേണ്ട, നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുക? നമ്മൾ പ്ലോട്ട് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് -2, -2. അപ്രോക്സിമേറ്റ്ലി ഇവിടെയാണ് -2, -2 വരിക. പിന്നെ ഏതാ? -1, -1. ഇവിടെയാണ് -1, 1 വരിക അല്ലെ. പിന്നുള്ളത് 0 0. ഇവിടെയാണ് 0 0. 1 -1. ഇവിടെയാണ് 1 -1. 2 -2. ഇവിടെയാണ് 2 -2. ഓക്കെ അല്ലെ. ആ കിട്ടിയ പോയിന്റുകളെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ആണ് ആരുടെ ഗ്രാഫ്? മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് അബൌട്ട് 16th ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? എപ്പോഴും ഇതേപോലെ ഇതേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പ്ലോട്ട്, അതായത് ടേബിൾ വരച്ചിട്ട് പ്ലോട്ട് ചെയ്യണം കേട്ടോ. ഇനി ചെയ്യാൻ പോണത് 17ാമത്തെ ചോദ്യമാണ്. 3 coins are tossed. 3 coins എറിയുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് ആദ്യം എഴുതിയേക്കാം. സാമ്പിൾ സ്പേസ് HHH ഉണ്ട്, HHT ഉണ്ട്, HTH ഉണ്ട്, THH ഉണ്ട്, TTH ഉണ്ട്, HTT ഉണ്ട്, HHH ഉണ്ട്. പിന്നെ ഇതുള്ളത് നോക്കട്ടെ, ലിസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. TTH, HTT, HHH, ഇനി ഏതാ ബാക്കിയുള്ളത്? HTH, THT അല്ലെ, THT. മൊത്തം 8 ഔട്ട്കംസ് ഉണ്ടാകും 3 കോയിൻ എറിയുമ്പോൾ. ഫസ്റ്റ് കേസ് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് ആണ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസാ വരിക? മാക്സിമം 2 ഹെഡ് എന്ന് അതിന്റെ അർത്ഥം. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഹെഡ്, അതായത് 2 ഹെഡ് ആവാം, താഴോട്ട് 1 ഹെഡ് ആവാം, വീണ്ടും താഴോട്ട് 0 ഹെഡ്. 3 കേസ് വരാം. അപ്പോ 3 ഹെഡ് കിട്ടുന്ന കേസ് വെച്ച് ബാക്കി എല്ലാം പോസിബിൾ. അപ്പൊ ഏതൊക്കെ വരും? HHT വരും, 2 ഹെഡ് ആണ്. HTH വരും, 2 ഹെഡ് ആണ്. THH വരും, 2 ഹെഡ് ആണ്. TTH 1 ഹെഡ് ആണ്. HTT 1 ഹെഡ് ആണ്. HHH വരൂല. ഇവിടെ റിപ്പീറ്റിംഗ് ഉണ്ടല്ലേ, ഒരു സെക്കൻഡ്, 1 മിനിറ്റ്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് അഗെയിൻ. ഇവിടെ ഉണ്ടാവും TTT ആണ് കേട്ടാ, TTT. ഓക്കെ, TTT വരാം, കാരണം 0H അല്ലേ. TTT വരാം, പിന്നെ THT വരാം. അപ്പൊ മക്കള് മറക്കണ്ട, അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 ഹെഡും അതിന് താഴോട്ടും 2 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 0 ഹെഡ് വരാം. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? മൊത്തം 7 കേസാണ് ഇവിടെ. 1 2 3 4 5 6 7, ടോട്ടൽ കേസ് 8 കേസാണ്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എത്രയാ വരിക? 7/8 ആണ് വരിക അല്ലെ. അടുത്ത ചോദ്യം അറ്റ്ലീസ്റ്റ് 2 ഹെഡാ. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ മിനിമം 2 ഹെഡാ. 2 ഹെഡോ അതിൽ കൂടുതലോ ആവാം. അപ്പൊ ഈ കേസിൽ 2 ഹെഡും വരാം, 3 ഹെഡും വരാം. അപ്പൊ 3 ഹെഡ് വരുന്ന കേസ് പോസിബിൾ ആണ്. 2 ഹെഡ് കയറുന്ന HHT പോസിബിൾ ആണ്. HTH പോസിബിൾ ആണ്. THH പോസിബിൾ ആണ്. മൊത്തം 4 കേസാണ് വരിക. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് കിട്ടുന്ന കേസ് എന്ന് പറയുന്നത് 4/8 ആയിരിക്കും. നിങ്ങൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/2 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നോ ഹെഡ് ആണ്. ഹെഡ് കിട്ടരുത്. നോ ഹെഡ് എന്ന് പറഞ്ഞാൽ TTT ആണ് വരിക. ഹെഡ് ഇല്ലാത്ത കേസ് TTT ആണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? ഒരു കേസേ ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 എന്ന് വരും. അപ്പൊ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം അത്ര വരെ പോകാം എന്നാണ് അർത്ഥം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂം അതിന്റെ മുകളിലോട്ടും എന്നാണ് അർത്ഥം. അത് മറക്കണ്ട കേട്ടോ. 17B, 17A ഓക്കെ അല്ലേ? 17B എന്താ? 17B പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ്.
നമുക്കറിയാം എക്സ് ഇന്റർസെപ്റ്റ് എ ആണ്, വൈ ഇന്റർസെപ്റ്റ് ബി ആണ്. അത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇന്റർസെപ്റ്റ് ഫോം പ്രകാരം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. എക്സ് ബൈ എ പ്ലസ്, ഇവിടെ എയും ബിയും സെയിം ആയ സ്ഥിതിക്ക് ബിക്ക് പകരം എ കൊടുക്കാം. അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1 ആയിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എക്സ് പ്ലസ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന് കിട്ടും. ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? 2,3 എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. 2,3 എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സിന് പകരം 2ഉം വൈക്ക് പകരം 3ഉം കൊടുക്കാം. കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വരിക? എക്സിന് 2 കൊടുത്തു പ്ലസ് വൈക്ക് 3 കൊടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. എ എന്തായിട്ട് മാറി? എ 5 ആയിട്ട് മാറിയില്ലേ? അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്ക് പകരം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആയിട്ട് മാറും. എക്സ് പ്ലസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ ആണോ? കൺസെപ്റ്റ് റെഡി ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ മനസ്സിലായല്ലോ? ഇന്റർസെപ്റ്റുകൾ ഈക്വൽ ആയതുകൊണ്ടാണ് എ ഈക്വൽ ടു ബി എഴുതിയത്. ഇന്റർസെപ്റ്റ് ഫോമാറ്റ് എഴുതി, ബിക്ക് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ ആയിട്ട് മാറി. അപ്പൊ എ കിട്ടാൻ വേണ്ടിയിട്ട് പാസിംഗ് പോയിന്റ് 2,3 ആണെന്നും എക്സ് 2 ആണെന്നും വൈ 3 ആണെന്നും കൊടുത്തു. എക്ക് 5 കിട്ടി. ആ 5നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ദാറ്റ്സ് അബൌട്ട് 17th ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ എക്സ് ഇസ് എ പ്രൈം നമ്പർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10. അതായത് 1ന്റെയും 10ന്റെയും ഇടയിലുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാ? 2, 3, 5, 7. അതാണ് സെറ്റ് എ. സെറ്റ് ബി എന്താ? സെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 12. 12നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ. എക്സ് ഡിവൈഡ്സ് നാച്ചുറൽ നമ്പർ 12. ഏതൊക്കെയാ വരിക? 1 ഡിവൈഡ് ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ചെയ്യാം, 6 കൊണ്ട് ചെയ്യാം, 12 കൊണ്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ സെറ്റ് എ, ഇതാണ് നിങ്ങളുടെ സെറ്റ് ബി. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ചോദ്യം സെറ്റ് എയും സെറ്റ് ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാ, സംശയമൊന്നുമില്ലല്ലോ. പിന്നെ എ യൂണിയൻ ബി ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാം, എല്ലാവരെയും കളക്ട് ചെയ്ത എ യൂണിയൻ ബി കിട്ടും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി മൈനസ് എ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബി മൈനസ് എ നമുക്കൊന്ന് എഴുതാം. എന്താ ബി മൈനസ് എ? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും രണ്ടിലും കോമൺ ഉള്ള ആളെ ഒഴിവാക്കണം. അപ്പൊ 2 കോമണാ, 3 കോമണാ അല്ലെ? അത് മാത്രമേ ഒഴിവാക്കാനുള്ളൂ. അപ്പൊ ഈ കോമൺ ആയ 2ഉം 3ഉം ബി എന്ന് ഒഴിവാക്കുമ്പോൾ 1, 4, 6, 12 വരും. ദാറ്റ് ഈസ് ബി മൈനസ് എ. റെഡി ആണല്ലോ? ഇനി മൂന്നാമത് സി പറഞ്ഞിരിക്കുന്നത് എന്താ? എ യൂണിയൻ ബി മൈനസ് എ. നമുക്ക് എ യൂണിയൻ ബി ആദ്യം കാണാം. എന്താ എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറയുമ്പം 1, 2, 3, 4, 5, 6, 7, 12 വരും അല്ലെ? ഇതിന് ആരെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം? എ എന്ന് പറയുന്ന 2, 3, 5, 7 സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, എ യൂണിയൻ ബിയിലുള്ള കോമണുകൾ, അതായത് 2, 3, 5, 5, 7, 7 ഒഴിവാക്കണം. ഒഴിവാക്കുമ്പോൾ എന്താ ബാക്കി വരിക? 1 വരും, 4 വരും, 6 വരും, 12 വരും. അത് എന്തിന് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. ബി മൈനസ് എക്ക് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ ഒന്നുമില്ല, ഓൾറെഡി ബി മൈനസ് എ നമ്മൾ മേലെ 1, 4, 6, 12 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എ യൂണിയൻ ബി മൈനസ് എയും ബി മൈനസ് എയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? 18 ഡി ക്വസ്റ്റ്യൻ ഉണ്ട്. 18 ഡി ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എ യൂണിയൻ എ ഡാഷ് നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റ് ആണ് കിട്ടുക. ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റ് ഇവന്റും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എംപ്റ്റി കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി അതിൽ 19 എ കണ്ടോ നിങ്ങൾ? 19 എ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. അപ്പൊ നമുക്കറിയാം സൈൻ എ എക്സിന് താഴെ എ എക്സ് വന്നു കഴിഞ്ഞാൽ 1 കിട്ടും, സൈൻ ബി എക്സിന് താഴെ ബി എക്സ് വന്നാൽ 1 കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 മക്കൾ എല്ലാവരും നോക്കണേ. നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്റർ ആയിട്ടുള്ള സൈൻ എ എക്സ് പ്ലസ് ബി എക്സിനെ ബൈ എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ടാ സാറേ എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒന്നുമില്ല, സൈൻ എ എക്സിന്റെ താഴെ എ എക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 എ എക്സ് പ്ലസ് സൈൻ്റെ കൂടെ ബി എക്സ് ആയതുകൊണ്ട് ബി എക്സിനെ കൊണ്ട് എല്ലാവരെയും ഡിവൈഡും ചെയ്യണം, ബി എക്സിനെ കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈയും ചെയ്യണം. ക്ലിയർ ആണല്ലോ? അതിൽ ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0
സൈൻ എ എക്സ് ബൈ എ എക്സ് എന്നും പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ബി എക്സ് ബൈ എ എക്സ് എന്നും കിട്ടും. ഒന്നുമില്ല, സൈൻ എ എക്സ് ബൈ എ എക്സും ബി എക്സ് ബൈ എ എക്സും ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എ എക്സ് ബൈ ബി എക്സ് എന്നും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്നും കിട്ടൂല. അതിൽ ഇവിടെ എ കൊടുക്കുക, ഇവിടെ ബി കൊടുക്കുക. അവിടെ ഒരാൾ വിട്ടുപോയിട്ടുണ്ട്. നമുക്കൊരു ഇൻറ്റു എ ബൈ ബി ഇവിടെ പുറത്തുണ്ട്. എന്താ കാരണം? ഈ എയും ഈ ബിയും അല്ലെ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പൊ അടുത്തതിൽ നമുക്ക് ഈക്വൽ ടു 1 പ്ലസ് ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കി എ ബൈ ബി ഉണ്ട്. ആ എ ബൈ ബി അല്ലെ ഡിവൈഡഡ് ബൈ താഴെ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ സോറി എ ബൈ ബി അല്ല, ബി ബൈ എ ആണ്. ബി ബൈ എ മേലെ ബാക്കിയുണ്ട് ഡിവൈഡ് ബൈ താഴെ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ എ ബൈ ബി ഉണ്ട് പ്ലസ് ഈ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്താണ്? 1 ആണ്. പുറത്ത് എന്തുണ്ട്? മേലെ ഇൻറ്റു എ ഉണ്ട്, താഴെ ഇൻറ്റു ബി ഉണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? ഇൻറ്റു ചെയ്ത് നോക്കുക. എനെ കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യുമ്പം എ കിട്ടും. എനെ കൊണ്ട് ബി ബൈ എനെ ഇൻറ്റു ചെയ്യുമ്പം ബി കിട്ടും ഡിവൈഡ് ബൈ ബിനെ കൊണ്ട് എ ബൈ ബി ചെയ്യുമ്പം എ കിട്ടും. 1നെ കൊണ്ട് ബി ചെയ്യുമ്പം ബി കിട്ടും. എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ എന്തുകൊണ്ട് എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു മനസ്സിലാക്കുക. ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു മനസ്സിലാക്കുക. സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന ഫസ്റ്റ് ടേം ആയിട്ടും ബി എക്സ് ബൈ എ എക്സ് എന്ന സെക്കൻഡ് ടേം ആയിട്ട് ന്യൂമറേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എ എക്സ് ബൈ ബി എക്സ് ആയിട്ട് സെക്കൻഡ് ടേം, സൈൻ ബി എക്സ് ബൈ ബി എക്സ് ആയിട്ട് സെക്കൻഡ് ടേം, അങ്ങനെ നമ്മൾ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്തു. പുറത്തൊരു ഇൻറ്റു എ, ഈ എയും ഈ ബിയും ബാക്കിയുണ്ട്. സിംപ്ലിഫൈ ചെയ്തു. ഇതിനെ 1 കൊടുത്തു, ഇതിനെയും 1 കൊടുത്തു. 1 പ്ലസ് ബി ബൈ എ ആയി. എ ബൈ ബി പ്ലസ് 1 ആയി. ഇൻറ്റു എ ബൈ ബി ചെയ്യുമ്പോൾ ദ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ? 20ാമത്തെ ചോദ്യം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ ചോദ്യമാണ്. മീന് വാരിയൻസ് കാണുന്ന ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിലൊക്കെ നോക്കിയിട്ട് പഠിക്കുക. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. തൽക്കാലം ഞാൻ അത് ചെയ്യുന്നില്ല. ഈ tan 3x tan 2x tan x is equal to tan 3x minus tan 2x minus tan x അത് ബോർഡിന് ഇപ്രാവശ്യം ക്രിസ്മസിന് ചോദിച്ച ചോദ്യമാണ്. അത് നമുക്കൊന്ന് ചെയ്യാം. 19B അല്ലെ? 20 ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചോണം കേട്ടോ. അവിടെ 3x എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് 2x plus x എഴുതിക്കൂടെ? രണ്ട് ഭാഗത്തും tan അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ tan 3x is equal to എന്തായിട്ട് മാറും? tan of 2x plus x ആയിട്ട് മാറും അല്ലെ? അപ്പൊ tan 3x എന്തായിട്ട് മാറും? tan of 2x plus x എന്ന് പറഞ്ഞാൽ tan of a plus b ഫോർമുല ആണ്. അപ്പൊ tan a tan 2x tan b tan x divided by 1 minus tan a tan b 1 minus tan 2x tan x ആയിട്ട് മാറൂലേ? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ എന്താ സംഭവിക്കുക? tan 3x into 1 minus tan 2x tan x is equal to റൈറ്റ് സൈഡിൽ എന്താ ബാക്കി? tan 2x plus tan x ബാക്കി എടുക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരിക? tan 3x into 1 എന്ത് വരും? tan 3x വരും അല്ലെ? tan 3x into tan 2x into tan x വരും അല്ലെ? അത് മൈനസ് ഉണ്ട് അവിടെ. അപ്പൊ മൈനസ് tan 3x tan 2x tan x ആയിട്ട് മാറും അല്ലെ? റൈറ്റ് സൈഡിൽ എന്താ ബാക്കി? റൈറ്റ് സൈഡിൽ tan 2x plus tan x ബാക്കി. ഓക്കെ അല്ലെ? ഈ മൈനസ് tan 3x tan 2x tan x റൈറ്റിലോട്ട് പോകും. ഈ tan 2x tan x ലെഫ്റ്റിലോട്ട് പോകും. അപ്പൊ എന്തായിട്ട് മാറും? tan 3x മൈനസ് tan 2x മൈനസ് tan x ആയിട്ട് മാറും. ഈ നെഗറ്റീവ് ടേം റൈറ്റിലോട്ട് പോകുമ്പോൾ that will be equal to tan 3x tan 2x tan x ആയിട്ട് മാറും. That is the answer. ക്ലിയർ ആണല്ലോ? ചെയ്ത് പഠിക്കാൻ ടാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പറോട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം. റിപ്ലൈ തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും? റിപ്ലൈ തരും. ഓക്കെ, സോ പെട്ടെന്ന് ചോദിക്കാം. 9633995860 ആണ് എന്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പർ. You can text me there. Okay, have a good day. Thank you. Good night. Have a good day to you.